നമസ്കാരം, ഞാൻ ഇൻസാഫ് അഹമ്മദ്. ആദ്യം പ്രധാന വാർത്തകൾ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇനി ഒരു ദിനം കൂടി. 30 പുസ്തകങ്ങളുമായി അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ ശ്രദ്ധേയനാക്കുന്നു. വർണ്ണാഭ ചടങ്ങുകളോടെ ദുബായ് കനാൽ രാജ്യത്തിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദുബായ് നഗരത്തിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ദുബായ് കനാൽ നാടിന് സമർപ്പിച്ചു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കനാൽ ഉദ്ഘാടനം ചെയ്തു. രാത്രി വർണ്ണാഭമായ പരിപാടികളോടെയാണ് കനാൽ തുറന്നുകൊടുത്തത്. ലേസർ ഷോയും കരിമരുന്ന് പ്രയോഗവും നഗരത്തെ വർണ്ണത്തിൽ മുക്കിയ ചടങ്ങിലാണ് ദുബായ് കനാൽ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുറന്നുകൊടുത്തത്. ഉദ്ഘാടന ശേഷം ഷെയ്ഖ് മുഹമ്മദും കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും അടക്കമുള്ള പ്രമുഖർ ദുബായ് കനാലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചു. ദുബായ് ക്രീക്കിൽ നിന്ന് ബിസിനസ് ബേ വഴി ഇത്തരമൊരു കനാൽ കടന്നുപോയിരുന്നു. വികസനത്തിനിടെ ഇല്ലാതായ ആ നീരൊഴുക്ക് വീണ്ടെടുക്കുകയാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. നഗരത്തിലെ പരിസ്ഥിതിക്ക് ഗുണകരമാണെന്ന് മാത്രമല്ല, നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും പദ്ധതി ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. താമസിയാതെ കനാലിലൂടെ വാട്ടർ ടാക്സി ബോട്ട് സർവീസുകളും തുടങ്ങും. മീഡിയ 1 ദുബായ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തക മേളയ്ക്ക് തിരശ്ശീല വീഴാൻ ഇനി ഒരു ദിനം കൂടി. ഇതിനിടെ സ്വന്തമായി എഴുതി പ്രസിദ്ധീകരിച്ച 30 പുസ്തകങ്ങളുമായി എത്തിയ മലയാളി മേളയിൽ ശ്രദ്ധേയനാവുകയാണ്. 9 വർഷം മുമ്പ് പ്രവാസത്തിന് വിട പറഞ്ഞ് പുസ്തക രചനയിലേക്ക് തിരിഞ്ഞ എഴുത്തുകാരനാണ് അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇതുവരെ 30 പുസ്തകങ്ങൾ എഴുതിയ ഈ കണ്ണൂർക്കാരന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വേറിട്ട സാന്നിധ്യമാണ്. പ്രസാധന രംഗത്തെ ഒറ്റയാന്മാരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ. 7 ഇംഗ്ലീഷ് പുസ്തകങ്ങളടക്കം 30 രചനകൾ. ഇവയിൽ 5 ഒഴികെ ബാക്കിയെല്ലാം മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഭാഷാ പഠനവും ആത്മീയ പഠനവുമാണ് മറ്റുള്ളവ. നേരത്തെ ഷാർജയിൽ പ്രവാസിയായിരുന്നു. അവിചാരിതമായാണ് പുസ്തകരചനയുടെ ലോകത്തെത്തിയത്. ആത്മഹത്യാ പ്രവണതയടക്കം ഒട്ടേറെ മാനസിക പ്രശ്നങ്ങളെ മൊയ്നുദ്ദീൻ തരണം ചെയ്തത് മനഃശാസ്ത്ര പഠനത്തിലൂടെയാണ്. തന്റെ സഹോദരനും സമാന സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നത് അറിഞ്ഞ കാലത്ത് അനുജൻ എഴുതിയ കത്തുകളാണ് ആദ്യമായി ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന പേരിൽ പുസ്തകമാക്കിയത്. അത് പിന്നീട് 5 വാള്യങ്ങളും 8 പതിപ്പുകളുമായി വളർന്നു. നിരവധി കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കിയതാണ് തന്റെ നേട്ടമെന്ന് മൊയ്നുദ്ദീൻ വിശ്വസിക്കുന്നു. ഡൈവോഴ്സിന്റെ വക്കിലെത്തിയ ഫാമിലി റീയൂണൈറ്റ് ചെയ്തു. ഇങ്ങനെയും ജീവിക്കാൻ പറ്റുമല്ലേ, ജീവിതത്തിന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ആദ്യമൊക്കെ അടിച്ചിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. നമുക്ക് സ്നേഹം ഫീൽ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഈ പുസ്തകം വായിച്ചതോടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. 2007 ഗൾഫിനോട് വിട പറഞ്ഞ ശേഷമാണ് 30 പുസ്തകങ്ങൾ എഴുതിയത്. നിയമബിരുദത്തിന് ശേഷം മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ഇപ്പോൾ PhDക്കായുള്ള ഗവേഷണത്തിലാണ്. ഒപ്പം 6 പുസ്തകങ്ങൾ കൂടി പ്രസിദ്ധീകരണത്തിന് തയ്യാറെടുക്കുന്നു. പക്ഷേ താങ്കൾ മനഃശാസ്ത്രജ്ഞനാണോ എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ ഈ 42കാരൻ കുടുങ്ങിപ്പോകും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാതെ കുഴക്കത്തെ ചോദ്യമാണത്. രണ്ടുമാണ് എന്നാണ് ഞാൻ പറയുന്നത്. എഴുത്തുകാരനാണ്. കാരണം ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനോയ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും ശുഭദിനം.